Yes, welcome back to Organic. So plus 2 മക്കളെ ഏറ്റവും കൂടുതൽ വലയ്ക്കുന്നതാണ് ഓർഗാനിക് കെമിസ്ട്രി. ഓർഗാനിക് കെമിസ്ട്രിയിൽ എന്ത് പഠിക്കണം, എങ്ങനെ തുടങ്ങണം എനിക്കറിയില്ല. ഓർഗാനിക് കെമിസ്ട്രി ഭയങ്കര ടഫാണ് എന്ന് പറയുന്നവരോട് ഞാൻ പറയുന്ന ഓർഗാനിക് കെമിസ്ട്രി ടഫ് അല്ല. ഈ പോയിന്റ് പഠിച്ചാൽ നിനക്ക് ഓർഗാനിക്കിൽ ഫുൾ മാർക്കാണ്. യെസ്, അപ്പോ ഓർഗാനിക് എങ്ങനെ തുടങ്ങണമെന്ന് വിഷമിച്ചിരിക്കുന്ന മക്കൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഏറ്റവും വെയിറ്റേജ് ലഭിക്കാൻ സാധ്യതയുള്ള ഈ ചാപ്റ്റേഴ്സിൽ നിന്ന് പഠിക്കുക. എന്തൊക്കെ പോയിന്റുകൾ പഠിക്കണം പറയൂ. ഫസ്റ്റ് വൺ തയോണൈൽ ക്ലോറൈഡിന്റെ പ്രിപ്പറേഷൻ ആണ് നമ്മൾ പറയുന്ന സ്ഥിരം എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് പഠിക്കും. അടുത്തത് ഫിൻകൽസ്റ്റീനും സ്വാർട്സ് റിയാക്ഷനും നെയിംഡ് റിയാക്ഷൻസ് ഓർഗാനിക് കെമിസ്ട്രിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് കുഞ്ഞുങ്ങളെ. അപ്പൊ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. SN1 SN2 ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ചോദിക്കാതെ ക്വസ്റ്റ്യൻ പേപ്പർ ഇറങ്ങില്ല എന്ന് ഉറപ്പിച്ചോ. സാൻമേയേഴ്സ് റിയാക്ഷൻ ഹാലോ അൽക്കെൻസ് ആൻഡ് ഹാലോ അരീൻസിൽ വരുന്നതാണ്. Then aryl halides-ന്റെ reactivity. Yes. Aryl halides are less reactive towards nucleophilic substitution. Aryl halides nucleophilic substitution favor ചെയ്യുന്നില്ല. എന്തുകൊണ്ട് എന്ന് നിങ്ങൾ ഒരു 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ ആ 10 വർഷവും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ക്ലോറോഫോമിന്റെ പ്രോപ്പർട്ടി, ക്ലോറോഫോമിന്റെ ഓക്സിഡേഷൻ ചോദിക്കാറുണ്ട്. DDT-ന്റെ സ്ട്രക്ചറും ഫ്രിയോണിന്റെ യൂസസും ചോദിക്കാറുണ്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്. യെസ്, ആൻഡ് നെക്സ്റ്റ് വൺ ആൽക്കഹോൾ, ഫിനോൾസ് ആൻഡ് ഈതേഴ്സ് ആണ്. ഇതിൽ ആൽക്കഹോളിന്റെയും ഫീനോളിന്റെയും ഈത്തറിന്റെയും പ്രിപ്പറേഷനും കാര്യങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അല്ലെ, എപ്പോഴും കൺവേർഷനിൽ ചോദിക്കാറുള്ളതാണ് ഇവരുടെ പ്രിപ്പറേഷന്. അപ്പൊ ആദ്യം അറിയേണ്ടത് പ്രൈമറി എന്താണ്, സെക്കൻഡറി എന്താണ്, ടെർഷ്യറി ആൽക്കഹോൾസ് ആണ്. അവരുടെ നോമൻക്ലേച്ചറും അങ്ങനെ ചോദിച്ചു പ്രിപ്പറേഷനും കാര്യങ്ങളും പഠിക്കുക. അതുപോലെ തന്നെ വില്യംസൺ സിന്തസിസ്, ഈതേഴ്സിന്റെ പ്രിപ്പറേഷൻ വില്യംസൺ സിന്തസിസ് പഠിക്കാതെ പോകരുത്. യെസ്, ഈ പ്രിപ്പറേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. ആൻഡ് അതേപോലെ ലൂക്കാസ് ടെസ്റ്റ് ചോദിക്കും. ഇപ്പൊ അമൈൻസിന്റെ ചാപ്റ്ററിലാണെങ്കിലും ആൽക്കഹോളിന്റെ ചാപ്റ്ററിലാണെങ്കിൽ പ്രൈമറിയും സെക്കൻഡറിയും ടെർഷ്യറിയും തിരിച്ചറിയാൻ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ചോദിക്കും. അപ്പൊ ലൂക്കാസ് ടെസ്റ്റ് ആണ്. എന്താണ് ലൂക്കാസ് റിയേജന്റ് എന്ന് ചോദിക്കും. കോൺസെൻട്രേറ്റഡ് HCl-ന്റെയും അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡിന്റെയും മിക്സ്ചർ ആണ് ലൂക്കാസ് റിയേജന്റ്. അത് 1 മാർക്കിന് ചോദിക്കാറുണ്ട്. എന്താണ് ടെസ്റ്റ്, എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ടെസ്റ്റ് നടത്തുക എന്നൊക്കെ ചോദിക്കും. ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ഓഫ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി ആൽക്കഹോൾ ടുവേർഡ്സ് ഡീഹൈഡ്രേഷൻ റിയാക്ഷൻ. ഡീഹൈഡ്രേഷനിൽ പ്രൈമറി ആണോ, സെക്കൻഡറി ആണോ, ടെർഷ്യറി ആണോ ഫാസ്റ്റ് ആയിട്ട് പോവുക, എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കാറുണ്ട് സ്ഥിരമായിട്ട്. യെസ്, അതേപോലെ ഫീനോളിന്റെ പ്രിപ്പറേഷൻസ്, ഫീനോളിന്റെ കെമിക്കൽ റിയാക്ഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ പിക്രിക് ആസിഡ് ഫോം ചെയ്യുന്ന റിയാക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിക്രിക് ആസിഡ് എന്താണ്, അതിന്റെ സ്ട്രക്ചർ എന്താണെന്ന് ചോദിക്കാറുണ്ട്. 2,4,6 ട്രൈനൈട്രോ ഫീനോൾ ആണ്. അപ്പൊ നൈട്രേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എങ്ങനെ ഫീനോൾ പ്രിപ്പയർ ചെയ്യാം, ക്യുമീനിൽ നിന്നും എങ്ങനെ ഇൻഡസ്ട്രിയലി ഫീനോൾ പ്രിപ്പയർ ചെയ്യാം എന്ന്. അതേപോലെ ഫീനോളും ബ്രോമിൻ വാട്ടറുമായിട്ടുള്ള റിയാക്ഷൻ, ബ്രോമിനുമായിട്ടുള്ള റിയാക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്ഥിരം ചോദിക്കും. എന്താണ് പ്രൊഡക്റ്റ് കാര്യങ്ങൾ, ഫിനോളിന്റെ കെമിക്കൽ റിയാക്ഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ എന്താണ് പറയുന്നത്, ഈത്തറിന്റെ പ്രിപ്പറേഷൻ ആണ് അട്ടി പറഞ്ഞ പോലെ. വില്യംസൺ സിന്തസിസ് പഠിക്കാതെ പോകരുത്. റിയാക്ഷൻ വിത്ത് HI ഈതറിൽ ഒരേ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ കെമിക്കൽ പ്രോപ്പർട്ടി ചോദിക്കുള്ളൂ എന്ന് ഉറപ്പിച്ച് പറയാം. റിയാക്ഷൻ വിത്ത് HI ഹൈഡ്രോജൻ അയോഡൈഡ്. അതേപോലെ ഇവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഇമ്പോർട്ടന്റ് ആണ് കുഞ്ഞുങ്ങളെ. ഇവരുടെ ബോയിലിംഗ് പോയിന്റ്, ഇവരുടെ സോലുബിലിറ്റി ഒക്കെ എങ്ങനെ വേരി ചെയ്യുന്നു. കാർബൺ ആറ്റങ്ങളുടെ എണ്ണം കൂടിയാൽ അല്ലെങ്കിൽ ബ്രാഞ്ചുകളുടെ എണ്ണം കൂടിയാൽ അത് എങ്ങനെ ബോയിലിംഗ് പോയിന്റിനെ അഫക്ട് ചെയ്യും എന്നൊക്കെയുള്ള. ഈതറും ആൽക്കഹോളും ഐസോമേഴ്സ് ആണ്. ആർക്കാണ് ബോയിലിംഗ് പോയിന്റ് കൂടുതൽ, ആൽക്കഹോളിനാണോ ഈതറിനാണോ എന്നൊക്കെ ചോദിച്ചാൽ പഠിച്ചേക്ക്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ അതേപോലെ 2 ഇമ്പോർട്ടന്റ് നെയിംഡ് റിയാക്ഷൻസ് ഉണ്ട്. റൈമട്ടൈമനും കോബ്സ് റിയാക്ഷനും ഫീനോളിന്റെ റിയാക്ഷൻസ് ആണ്. അത് തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. സ്ഥിരം എക്സാമിനുള്ളതാണ് റൈമട്ടൈമൻ അല്ലെ. യെസ്, ആൻഡ് നെക്സ്റ്റ് വൺ ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്. ഒരുപാട് നെയിംഡ് റിയാക്ഷൻസ് ഉള്ള ചാപ്റ്ററാണ്. പ്രിപ്പറേഷന്റെ ഭാഗത്ത് ചോദിക്കുക. ഗട്ടർമാൻ-കോച്ച് ആൽഡിഹൈഡ് സിന്തസിസ്, ടൂവർഡ്സ് റിയാക്ഷൻ, സ്റ്റീഫൻസ് റിയാക്ഷൻ, റോസൻമൺസ് റിഡക്ഷൻ. ഇതൊക്കെ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന പ്രിപ്പറേഷൻ മെത്തേഡുകളാണ്. ആൽഡിഹൈഡ്സിന്റെ പ്രിപ്പറേഷൻ, കീറ്റോണിന്റെ പ്രിപ്പറേഷൻ മെത്തേഡുകളാണ് റോസൻമൺസ് റിഡക്ഷനും സ്റ്റീഫൻസ് റിഡക്ഷനും ടൂവർഡ്സ് റിയാക്ഷനും. അതുപോലെ തന്നെ ഗട്ടർമാൻ-കോച്ച് ആൽഡിഹൈഡ് സിന്തസിസ് ഒക്കെ സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്ക്. നെയിംഡ് റിയാക്ഷൻസ് ആണ് മക്കളെ ഒരുപാടുള്ളത്. കാനിസാറോ ഉണ്ട്, വൂൾഫ് കിഷ്ണർ റിയാക്ഷൻ ഉണ്ട്, ആൽഡോൾ കണ്ടൻസേഷൻ ഉണ്ട്, HVZ ഹെൽ വോൾഹാർട്ട് സെലൻസ്കി റിയാക്ഷൻ. HVZ റിയാക്ഷൻ ഒന്നും ഇല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ ഇറങ്ങില്ല എന്ന് തന്നെ പറയാം. HVZ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ അസറ്റിക് ആസിഡിനെ ക്ലോറോ അസറ്റിക് ആസിഡ് ആക്കി മാറ്റുക എങ്ങനെയാ എന്ന് ചോദിക്കാതെ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല എന്ന് തന്നെ പറയാം. അതിൽ ഈ റിയാക്ഷൻസ് നിങ്ങൾ നല്ലോണം എഴുതി പഠിക്കണം. കൺവേർഷൻ ആയിരിക്കും ചോദിക്കുക അല്ലെ. ഹൈലി വോളറ്റൈൽ ആണ് ഓർഗാനിക്, പെട്ടെന്ന് വേപ്പറായി പോകും. വേപ്പറൈസേഷൻ പ്രിവെന്റ് ചെയ്യാൻ പഠിച്ചേ പറ്റൂ, എഴുതി പഠിക്കണം. അപ്പൊ ഈ നെയിംഡ് റിയാക്ഷൻസും കാര്യങ്ങളും ഒക്കെ പഠിക്കുക. ദെൻ ഇവരുടെ ബോയിലിംഗ് പോയിന്റ്, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുണ്ട് 1 മാർക്കിനും 2 മാർക്കിനും ഒക്കെ. ദെൻ അമൈൻസിലേക്ക് വരികയാണ്. അമൈൻസിലും ഇത് തന്നെ. അമൈൻസിന്റെ ക്ലാസിഫിക്കേഷൻ, പ്രൈമറി എന്താണ്, സെക്കൻഡറി എന്താണ്, ടെർഷ്യറി എന്താണെന്ന് ചോദിക്കാറുണ്ട്. അതേപോലെ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി അമൈൻസിനെ തിരിച്ചറിയാൻ, ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ആണ്
ഹിൻസ്ബർഗ് ടെസ്റ്റ്, ഹിൻസ്ബർഗ് റിയേജന്റ് എന്താണെന്ന് ചോദിക്കാറുണ്ട് ലൂക്കാസ്. ബെൻസീൻ സൾഫോഡൈൽ ക്ലോറൈഡ് ഈസ് നോൺ ആസ് ഹിൻസ്ബർഗ് റിയേജന്റ്. യെസ്. അതേപോലെ അമൈൻസിന്റെ പ്രിപ്പറേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അമൈൻസിന്റെ പ്രിപ്പറേഷൻ നൈട്രോ കോമ്പൗണ്ട്സിൽ നിന്നുള്ള പ്രിപ്പറേഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. റിഡക്ഷൻ, റെഡ്യൂസിംഗ് ഏജന്റുകൾ. ഹോഫ്മൻ ഡീഗ്രഡേഷൻ അല്ലെങ്കിൽ ഹോഫ്മൻ ബ്രോമൈഡ് റിയാക്ഷൻ ഇല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ ഇറങ്ങില്ല. അപ്പോ ഹോഫ്മൻ ബ്രോമൈഡ് ഡീഗ്രഡേഷൻ അത് ഇമ്പോർട്ടന്റ് ആണ്. നെയിംഡ് റിയാക്ഷൻ ആയതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ പ്രൈമറി അമൈൻ ഏത് കാണിക്കും, അരോമാറ്റിക് അമൈൻസ് കാണിക്കാത്ത റിയാക്ഷൻ ഏതാണ്, അങ്ങനെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ റിയാക്ഷൻ ഉണ്ട്, ഡയറക്ട് നൈട്രേഷൻ ഉണ്ട്, ഡയോസോട്ടൈസേഷൻ ഉണ്ട്, പ്രിപ്പറേഷൻ ഓഫ് ഫ്ലൂറോബെൻസീൻ ഫ്രം ഡയാസോണിയം സാൾട്ട്. അത് എനിക്ക് തോന്നുന്നു ഫീനോളിന്റെയും അതേപോലെ അനിലിന്റെയും നൈട്രേഷന്റെ പ്രൊഡക്റ്റ് സ്ഥിരം ചോദിക്കാറുണ്ട്. രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ ഡയോസോട്ടൈസേഷൻ, ഡയസോണിയം സോൾട്ടുകളുടെ റിയാക്ഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അമൈൻസിന്റെ ബേസിസിറ്റി, അരൈൽ അമൈൻസും അമോണിയയും തമ്മിലുള്ള ബേസിസിറ്റി കമ്പയർ ചെയ്യാൻ എന്തുകൊണ്ട് ആരാണ് ലെസ് ബേസിക്, ആരാണ് മോർ ബേസിക് എന്ന് സ്ഥിരം ചോദിക്കാറുള്ള ചോദ്യമാണ് അമൈൻസിൽ നിന്ന്. എക്സാം ടഫാക്കുകയാണ് കഴിഞ്ഞ നീറ്റ് എക്സാമിന്റെ 24 നീറ്റ് എക്സാമിനും ക്യുവറ്റ് എക്സാമിനും ചോദിച്ച ചോദ്യമാണ്. പബ്ലിക് എക്സാമിനും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓർഗാനിക് ഒന്നും അറിയില്ല എന്ന് പറയും, ഇപ്പൊ എല്ലാം അറിയാമെന്ന് പറയണം. യെസ്. അതേപോലെ ഒരുപാട് റിയാക്ഷൻസിന്റെ കോണ്ടന്റ് വീഡിയോസുമായിട്ട് നമ്മൾ വരുന്നുണ്ട്. എങ്ങനെ ഒറ്റ പേജിൽ ഫിനോളിന്റെ വീണ്ടും വരും. ഇതൊന്നുമല്ല, നമുക്ക് ഇനിയും പഠിച്ചു തുടങ്ങാൻ ആർക്കെനെക്സിന്റെ ബോർഡ് എക്സാം ക്രാഷ് ഉണ്ട്. വെറും 499 രൂപയ്ക്ക് ലൈവ് ക്ലാസ്സുകൾ എല്ലാം പ്രൊവൈഡ് ചെയ്തുകൊണ്ടല്ലേ. മക്കളെ, അപ്പോ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്? ഓർഗാനിക്കിന്റെ വീഡിയോസ് ആണോ, എന്താണെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോസിന്റെ താഴെ കമന്റ് ബോക്സിൽ ചോദിക്കുക. നമ്മൾ അത് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ പറയുന്ന വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. ബൈ.